നമസ്കാരം സുഹൃത്തുക്കളെ, ജീനിയസ് സജ്ജതയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം മറ്റു വർഷങ്ങൾക്ക് അപേക്ഷിച്ചിട്ട് വളരെ നേരത്തെ നമ്മൾ കയറാമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 3 മണിക്കാണ് കയറിയെങ്കിൽ തന്നെയും നമ്മൾ ഓച്ചിറ പരിസരത്ത് ഏകദേശം 9-9:45 എത്തി. നമ്മുടെ മുന്നിലുള്ള നന്ദികേശനിൻ്റെ ക്രെയിനൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ താമസിച്ചു പോയത്. അത് ഇത്രയും നമ്മൾ ലാഗായിട്ട് അവിടെ കിടന്നുകൊണ്ടാണ്. ഇതിലേക്ക് 12 മണിക്ക് മുന്നായിട്ട് നമ്മുടെ നന്ദികേശനെ കയറ്റായിരുന്നു. പിന്നെ വളരെയധികം സന്തോഷമുള്ളത്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പല ദൂരങ്ങളിൽ നിന്നും അജ്ജറിനെ കാണാൻ വേണ്ടി, അജ്ജറിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും 1000 നന്ദി. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഈ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള പ്രയാണത്തിനും എല്ലാം കാരണമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. കാര്യം ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും വന്ന് അജ്ജറിനെ തിരക്കുകയും അജ്ജറിന് വേണ്ടി അത്രയും സമയം വരെ കാത്തു നിൽക്കുകയുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വലിയൊരു വിജയമാണ്. ഞങ്ങൾക്കതിനകത്ത് പദവിയോ പൊക്കോ ഒന്നുമല്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അല്ലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വലിയവർ എല്ലാവരും വന്ന് നമ്മളെ കണ്ട് അജ്ജറിനെ കാണാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ, അതുതന്നെ ഭയങ്കര ഫീലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നന്ദികേശനെ ഇത് തന്നെ അഴിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും ദിവസം ഇട്ടിരുന്നു, 3 ദിവസം ഇട്ടിരുന്നു. ഇന്ന് ശിരസ്സും മറ്റു കാര്യങ്ങളൊക്കെ അഴിച്ച് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോ എല്ലാം നിങ്ങൾക്ക് വരും. ഇത് നമ്മുടെ നന്ദികേശനെ എവിടെയാണോ എടുത്തത് അവിടെ നിന്നെല്ലാം കര എത്തിക്കുന്നതിന് വരെയുള്ള വീഡിയോ നമ്മൾ എത്തിക്കും. ബാക്കി എല്ലാ വീഡിയോയ്ക്കകത്ത് കാണാം. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഹായ്. എല്ലാവരുടെ സപ്പോർട്ടും അനുഗ്രഹവും ഇനി ഞാൻ കൊണ്ടാവണം. ഈ വീഡിയോ ഇവിടെ നിൽക്കുന്നില്ല. അജ്ജറൻ പലയിടത്തും വരുന്നുണ്ട്. അതൊക്കെ സസ്പെൻസായിട്ടിരിക്കുകയാണ്. എല്ലായിടവും വരും. അപ്പോൾ ശരി, നിൽക്ക് തീർന്നിട്ടില്ല. ഒരു കാര്യം കൊണ്ട് ഒരു പെട്ടി അത് പൊട്ടിക്കാനുണ്ട്. ആ പെട്ടി കൊണ്ടുവന്ന കുട്ടിയാണ് ഈ ഇരിക്കുന്നത്. അപ്പം പെട്ടിയുടെ കാര്യം, പെട്ടി നമ്മൾ പൊട്ടിക്കും. 2 സസ്പെൻസ് ഒറ്റ ദിവസം കൊണ്ട് വേണ്ടാന്നുള്ളതുകൊണ്ടാണ് ഈ വർഷം നമ്മൾ വേറെ സസ്പെൻസ് പൊട്ടിച്ചേക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ നമ്മൾ ആ ഷേപ്പ് പെട്ടി പൊട്ടിക്കുന്നുള്ളൂ. അതിപ്പോൾ തൽക്കാലം അറിഞ്ഞാൽ മതി. അടുത്ത വർഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ അതൊക്കെ സസ്പെൻസ് ഇട്ട് വെച്ചേരെ. അപ്പോൾ ഓക്കെ, ശരി.